എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റേഷൻ അരി വെച്ചിട്ടുള്ള ഒരു എന്നെ കൂടെ ഞെട്ടിപ്പിച്ച ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. അതിൻ്റെ അളവുകളാണ്. നമ്മൾ റേഷൻ അരി മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ചിലപ്പം എന്നെ പോലുള്ളവരൊക്കെ കുറച്ച് പേരൊക്കെ ചോറ് വെച്ച് കഴിക്കും. അല്ലാത്തവർ അതെന്താ ചെയ്യണേ എന്നിങ്ങനെ ആലോചിച്ച് കുറേയൊക്കെ കൂട്ടിക്കഴിഞ്ഞ് ചിലർ പൊടിപ്പിച്ചിട്ടൊക്കെ പുട്ടുണ്ടാക്കാനൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ പണ്ട് ആട്ടുകല്ലിലിട്ട് ആടുന്ന സമയത്ത് നമ്മൾ ഈ പുഴുക്കലരിയും പച്ചരിയും ചേർത്തിട്ടാണ് പണ്ട് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം എന്താണ് പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പം പുഴുക്കലരി അരയാൻ താമസം ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പം മിക്കവരും തന്നെ പുഴുക്കലരി ഒഴിവാക്കിയ ശേഷം എളുപ്പത്തിന് പച്ചരി മാത്രം ഇട്ടിട്ട് അതിൻ്റെ കൂടെ ചോറും കൂടി ഇട്ടിട്ടാണ് നമ്മൾ സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുക അല്ലേ. അപ്പം അല്ലാതെ തന്നെ നമ്മുടെ ഈ റേഷൻ അരി വെച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ നമ്മൾ അരച്ചെടുത്ത് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഗ്രൈൻഡർ ഇല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിൽ അരക്കണമല്ലോ. അത്തരം ഒരു അളവുകൾ ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഇത് കിട്ടുള്ളൂ കേട്ടോ. പക്ഷെ എന്നെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ വേറെ അതിന് മുൻപ് ഇഡ്ഡലിയുടെ ഒരുപാട് ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു അളവെന്ന് പറയുന്നത് അത് നമ്മൾ പരീക്ഷിച്ച് തന്നെ നോക്കിയാലേ അറിയുള്ളൂ. ഞാൻ പോലും വിശ്വസിച്ചില്ല. എനിക്കൊരു ഒട്ടും ഇതുണ്ടായിരുന്നില്ല. അത് ശരിയാവോ? അങ്ങനെ ശരിയാവില്ല. ഉഴുന്ന് വളരെ കുറച്ചിട്ടാണ്, അരി കൂടുതൽ എടുത്തിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പം അതെങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ ഇന്ന് എൻ്റെ വീഡിയോ. എന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഇഡ്ഡലി കഴിച്ചപ്പോൾ സന്തോഷിച്ച ഒരു ദിവസമാണെന്ന്. കാരണം അത്ര പെർഫെക്റ്റ് ഇഡ്ഡലി ആയിരുന്നു. നമ്മളത് റേഷനരി ആണെന്ന് ഒട്ടും അറിയില്ല. നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഇത് റേഷനരി ഇട്ടിട്ടുള്ളതെന്ന് അറിയുള്ളൂ. സാധാരണ ഞങ്ങളിവിടെ പൊന്നിയരിയൊക്കെ മേടിച്ചിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. മാവ് അരച്ച് കൊടുക്കുന്നതെല്ലാം പൊന്നിയരി കൊണ്ടാണ്. പക്ഷെ ഇന്ന് ഞാൻ ഈ റേഷനരി വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ്. ഞാൻ നിങ്ങളുടെ കനകാപ്പിള്ളേ. ഓക്കെ, നമുക്ക് ഇഡ്ഡലിക്ക് ആവശ്യമുള്ള അരികൾ അളന്നെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് റേഷൻ വെള്ളരിയാണ് കേട്ടോ. പുഴുക്കലരിയില്ലേ, പുഴുക്കലരി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ഈ ആട്ടുകളിൽ അരച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് നമ്മൾ ഈ റൈസ് യൂസ് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പം മിക്സിയുടെ ജാറിൽ അരയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് എടുക്കാറില്ല എന്നുള്ളതിനാണ്. ഇപ്പോൾ അരയ്ക്കാൻ നേരത്ത് വെറും പച്ചരിയും അതിന് പകരം ചോറും കൂടെ ചേർത്താണ് ഇപ്പോൾ അരയ്ക്കുക. അപ്പം നമ്മൾ ഈ ഒരു ഗ്ലാസ്സാണ് ഞാൻ അളവിന് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, കുഞ്ഞു ഗ്ലാസ്സാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മതിയായതുകൊണ്ടാണ്. നിങ്ങളുടെ അളവിന് വേണമെങ്കിൽ എത്ര വലിയാണേത് വലുത്, ഏത് ഗ്ലാസ്സാണോ ഏത് പാത്രമാണോ ഏത് നാഴിയാണോ എടുക്കുന്നത് അതിനകത്ത് തന്നെ എല്ലാം അളക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 1 2 3 4 5 ഗ്ലാസ് ഏത് പാത്രമാണോ അതിന് 5 പാത്രം നമ്മൾ ഈ പുഴുക്കലരി ചേർക്കുക കേട്ടോ. അപ്പോൾ 5 പാത്രം. ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് തന്നെ നിറയെ ഉണ്ടാവും. ഇതിലും ചെറിയ പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 പേരൊക്കെ ഉള്ളിടത്ത് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ മാവരച്ച് ഫ്രിഡ്ജിൽ വെച്ചേർന്നാലും മതി. ഞാനിവിടെ ചെറിയ ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 5 ഗ്ലാസ് നമ്മൾ പുഴുക്കലരി അലന്നെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് പച്ചരി വേണം കേട്ടോ. പച്ചരി. അപ്പം ഈ പച്ചരി കൂടെ ഇതിനകത്തേക്ക് ചേർക്കണം. അപ്പം 5 ഗ്ലാസ് പുഴുക്കലും 1 പാത്രം 1 ഗ്ലാസ് പച്ചരി. ഏത് അളവെടുക്കുന്നോ അതുപോലെ തന്നെ എല്ലാം അളക്കാൻ ശ്രമിക്കുക. കുമിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്, വടിയല്ല കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്നല്ലേ. ഇനി നമ്മൾ ഉഴുന്നിൻ്റെ അളവാണ് കാണിക്കുന്നത്. ഉഴുന്ന് പക്ഷെ നമ്മളിപ്പം കുതിർത്തുന്നില്ല. അരയ്ക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് ഉഴുന്ന് കുതിർത്തിയാൽ മതി. അല്ലയെന്ന് വെച്ചാൽ നമ്മൾ ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുക. അപ്പോൾ ഉഴുന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് നിറച്ചുമില്ല, 3/4 ഗ്ലാസ്. ഇത് ഓൾറെഡി നമ്മൾ അരയ്ക്കാൻ പോകുന്നത് മിക്സിയുടെ ജാറിലാണ്. ഇപ്പോൾ ഇവിടെ വലിയ ഗ്രൈൻഡറാണ്. അപ്പോൾ അതിനകത്ത് കുറച്ചായിട്ട് ഇടാൻ മുതലാവില്ല. അപ്പോൾ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലാണ് അരയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും 1/2 ഗ്ലാസ് മതി എന്നാണ് അത് അരച്ചിട്ടുള്ളവർ പറഞ്ഞത്. പക്ഷെ ഞാനിവിടെ ലേശം കൂടുതലെടുത്തത്. മിക്സി ജാറിൽ അരയ്ക്കുമ്പം ഉഴുന്ന് മാവ് പതഞ്ഞ് പൊങ്ങാൻ കുറച്ച് താമസം വരും. മിക്സിയിൽ അരയുകയാണ് ചെയ്യുന്നത്, പൊടിഞ്ഞു വരുവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3/4 ഗ്ലാസ് നമ്മൾ ഇതിന് ചേർക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിയിലേക്ക് 1 സ്പൂണ് ഉലുവ ചേർക്കണം. ഉലുവ നല്ലൊരു മണവും കിട്ടും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവാനും സഹായിക്കും. അപ്പോൾ
1 ടീസ്പൂൺ ഉലുവ. അപ്പം മൊത്തം 6 ഗ്ലാസ് അരി, 3/4 ഗ്ലാസ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ. ഇനി നമ്മുടെ അരി ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ മിനിമം എങ്കിലും കുതിർന്നിരിക്കണം. ഇതിലേക്ക് നമ്മൾ ഒരു കൈപ്പിടി ഉപ്പ് ചേർക്കണം. ആ റേഷൻ അരിയുടെ ഇത് സ്മെല്ലൊന്നും പോകാനും അതുപോലെ തന്നെ ഇഡ്ഡലി നല്ല വെളുത്തിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി കഴുകണം. അപ്പോൾ അരി കുറച്ച് കളറിൽ കിട്ടണം. ആദ്യം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി കഴുകിയ ശേഷം 2-3 വെള്ളം ഒഴിച്ച് വീണ്ടും കഴുകിയിട്ട് ശേഷം വേണം നമ്മൾ തെളിയാവുന്ന വരെ കഴുകിയെടുക്കണം. അതിന് ശേഷമേ നമ്മൾ നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വയ്ക്കാവുള്ളൂ. ഇതിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ പൈപ്പ് വാട്ടറൊക്കെ ഉള്ളവരാണെങ്കിൽ മാവ് പൊങ്ങാനും അതുപോലെ തന്നെ ഒരുപാട് താമസം വരും. കിണർ വെള്ളം ഉള്ളിടത്ത് കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഇഡ്ഡലി അത്ര നിസ്സാരമാണെന്ന് വിചാരിക്കരുത് അല്ലേ. അപ്പോൾ എല്ലാവരും ചോറ് കുറേ ചേർത്തിട്ട് ഇഡ്ഡലി സോഫ്റ്റ് ആക്കുക, അതുപോലെ തന്നെ സോഡാപ്പൊടി വരെ ചേർക്കുന്ന ആൾക്കാരുണ്ട്. എന്താ പറയുക, സോഡാപ്പൊടിയൊക്കെ നമ്മൾ അപ്പത്തിന് ലേശം ചേർക്കാമെന്നല്ലാതെ കാര്യം ഇപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന എല്ലാത്തിലും ഇതൊക്കെ ഉണ്ട്. എങ്കിലും മാക്സിമം അതൊക്കെ ഒന്ന് ഒഴിവാക്കി പോവുകയായിരിക്കും നല്ലത്. അപ്പോൾ ഈ വെള്ളം ഊറ്റി കളഞ്ഞ ശേഷം നമുക്ക് വേറെ വെള്ളം ഒഴിക്കണം. അരിയുടെ മഞ്ഞ കളറൊക്കെ ഒന്ന് പോയി വരുന്നതുണ്ടോ. നന്നായിട്ട് ഇതുപോലെ തിരുമ്മി ഇങ്ങനെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ മീതെയുള്ള ഇതൊക്കെ അങ്ങ് പോയി കിട്ടും. മൂന്നാമത്തെ വെള്ളമാണ് ഒഴിക്കണേ. നോക്കിക്കോളൂ, നല്ല മുഖം കാണാൻ പാകത്തിന് നല്ല തെളി വെള്ളമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരി ഓക്കെ ആയി. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഉഴുന്നും ഞാനിപ്പം ഇത് വെള്ളത്തിലിട്ട ശേഷം നമ്മുടെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുവേ. കരക്കുന്നതിന് അരയ്ക്കാൻ നേരത്തെ എടുത്താൽ മതി. ഇപ്പോൾ ഉഴുന്നും കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റി വയ്ക്കാം. നമ്മുടെ അരി ഉഴുന്നൊക്കെ കുതിർന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉഴുന്ന് മാത്രം ഇടാം. ഉഴുന്നിടുമ്പം വെള്ളം ഒഴിക്കണ്ട, ഒരു ലേശം വെള്ളം ആദ്യം ഒഴിച്ചിട്ട് നമുക്കിത് ആദ്യം പൾസിലിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ അടിച്ചെടുക്കണം. പിന്നീട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ലേശം വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ചെടുക്കുകയാണ് വേണ്ടത്. അതിപ്പോൾ കുതിർത്താനിട്ട വെള്ളം തന്നെ കുറച്ച് ലേശം ഒഴിക്കാം. എന്നിട്ട് ഇനി അരയ്ക്കുക. നമ്മുടെ ഉഴുന്ന് ഇവിടെ അരഞ്ഞിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് അരി ഇടാം. കുറച്ചിട്ട് അരയ്ക്കാം. ആദ്യം ഐസ് വെള്ളം ഒഴിക്കുക. ഐസ് കട്ട ഇട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ ചൂടാവാതിരിക്കും. മാവ് ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ മാതിരി പുളി അധികമായിട്ട് വരും. ഇഡ്ഡലിക്ക് അധികം പുളി വേണ്ട. നമുക്കൊന്ന് ആദ്യം അടിച്ചിട്ട് പിന്നെ അപ്പോൾ നമ്മുടെ മാവെല്ലാം ഇവിടെ അടച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ മാവ് കേട്ടോ. അപ്പോൾ നമുക്കിനി രാവിലെ നോക്കാം. നമുക്കിത് അടച്ച് വെച്ചിരിക്കാം. അപ്പോൾ നമ്മുടെ മാവ് നോക്കൂ, രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരുപാട് ഇനി ഇളക്കി ഇതാക്കുകയൊന്നും വേണ്ട. നമ്മളിനി ഇത് ഇഡ്ഡലി തട്ടിൽ കോരി ഒഴിക്കാവുന്നതാണ്. ഞാൻ പക്ഷേ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. ഇവിടുന്ന് ഇത്രയും കുറഞ്ഞാൽ ശരിയാവുമോ എന്നൊക്കെ ഒരു സംശയമായിരുന്നു. പക്ഷേ ശരിയായിട്ടുണ്ട്.
നമുക്കിനി ഇത് ഇഡലി എടുക്കാം. ഒരു തുള്ളി പോലും ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ക്യാമറ അവിടുന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടി, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഞാനൊന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇഡലി ഇതാ കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഉഴുന്ന് ഇത്രയൊക്കെ മതിയാവുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ഇത് ഗ്രൈൻഡറിലാണ് അരച്ചെങ്കിൽ പറക്കുന്ന ടൈപ്പായി എന്ന് തോന്നുന്നു. കണ്ടോ, നല്ല സോഫ്റ്റാണ്. അതാ നോക്ക്, നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വലിഞ്ഞു വരുവാണെങ്കിൽ അത് സോഫ്റ്റാണെന്ന് അർത്ഥം. പിടയ്ക്കേന്ന് അങ്ങനെ ഒടിയുവാണെങ്കിൽ അത് സോഫ്റ്റല്ല, കട്ടിയുള്ള ഇഡ്ഡലിയാണെന്ന് അർത്ഥം. അതങ്ങ് നോക്കണ്ട, നല്ല സോഫ്റ്റാണ്. അത്യാവശ്യം നമുക്ക് റേഷൻ അരിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ്.